മാതൃഭൂമി സീഡിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊക്കെ ഉണ്ട് അല്ലെ? മാതൃഭൂമി പത്രം വായിക്കുന്നവർക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടുകാർക്കും മാതൃഭൂമി സീഡ് എന്താണെന്ന് അറിയാം. ഇത്തവണത്തെ മാതൃഭൂമി സീഡിന്റെ വിഷൻ ഏറ്റവും മനോഹരമായി സബലീകരിച്ച ഒരു സ്കൂളിലെ പ്രധാനാധ്യാപകൻ റാഷിക്കൊപ്പം ചേരുകയാണ്. ഹായ്, ഞാൻ നൌഷാദ് OM, പാലക്കാട് പഞ്ചായത്തിലെ എളമരം BTM UP സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. ഇത്തവണ മാതൃഭൂമി സീഡിന്റെ വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം 1 ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് താങ്കളുടെ സ്കൂളിനാണല്ലോ. സീഡിന്റെ ജില്ലാതലത്തിലുള്ള ശ്രേഷ്ഠ ഹരിത വിദ്യാലയമായി കഴിഞ്ഞ വർഷം ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. അത് മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് സംസ്ഥാന തലത്തിൽ 7000-ഓളം സ്കൂളുകൾ പങ്കെടുത്ത ഒരു പദ്ധതിയിൽ 1ാം സ്ഥാനം കിട്ടി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യം. എന്താണ് അവിടുത്തെ ആടുഗ്രാമം? നിങ്ങളുടെ ഈ BTMO UP സ്കൂളിലെ ആടുഗ്രാമം എന്താണ്? ആടുഗ്രാമം പദ്ധതി എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ 5-ന് ബഷീർ ദിനത്തിൽ, ബഷീർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പാത്തുമ്മയുടെ ആട് തന്നെയാണല്ലോ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ. കുട്ടികളുടെ മനസ്സിൽ, കാരണം ചെറിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ട് പല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബഷീറിന്റെ ഓർമ്മകൾ കുട്ടികളുടെ മനസ്സിലുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ സഹജീവി സ്നേഹവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളോടൊക്കെയുള്ള കരുണയും സ്നേഹമൊക്കെ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ആടുഗ്രാമം പദ്ധതി. ഇത് നമ്മുടെ സ്കൂളിൽ ആടിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് അപേക്ഷ സ്വീകരിച്ചു. കുട്ടികളുടെ തന്നെ മുമ്പിൽ വെച്ചിട്ട് അസംബ്ലിയിൽ വെച്ച് അതൊരു നറുക്കെടുപ്പിൽ ഒരുപാട് കുട്ടികൾ അപേക്ഷ തന്നു. നറുക്കെടുപ്പിലൂടെ നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്തു. സുമയ്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അത് ജൂലൈ 5-ന് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൽ വയലാലിൽ അവരുടെ വീട്ടിൽ വെച്ച് പ്രോഗ്രാം നടക്കാറുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ആടിനെ കൈമാറുന്ന ചടങ്ങ് അവിടെ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ആ കുട്ടി അവരുടെ വീട്ടില് ജൂലൈ മുതൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആട് പ്രസവിക്കുന്നതോടുകൂടി ആ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് നൽകും. അത് അടുത്ത കുട്ടിക്ക് നമ്മൾ നൽകുന്ന പദ്ധതിയാണ് ആടുഗ്രാമം പദ്ധതി. ഓരോ വർഷവും വ്യത്യസ്തമായ കുട്ടികളുടെ വീടുകളിലേക്ക് ആടുകളെ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്റെ മോനെ, എന്ത് രസമുള്ള പദ്ധതിയാണ് സാറേ. അതെ, ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ കിട്ടില്ല സംഭവങ്ങൾ വേറെയുമുണ്ട് BTMO UP സ്കൂൾ എളമരത്ത്. കേൾക്കണ്ടേ? ദി OG കണ്ടന്റ് ക്രിയേറ്റർ ക്ലബ് FM 104.8 റാഷിക്കൊപ്പം സ്റ്റേ ട്യൂൺ. ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ UP സ്കൂളിലെ പ്രധാനാധ്യാപകനായിട്ടുള്ള നൌഷാദ് OM സാറാണ് റാഷിക്കൊപ്പം ഉള്ളത്. ഇവർക്ക് മാതൃഭൂമി സീഡിന്റെ ഇത്തവണത്തെ വിശിഷ്ട ഹരിത വിദ്യാലയം പുരസ്കാരം 1 ലക്ഷം രൂപ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുകയാണ്. നൌഷാദ് സാർ, ഓൾറെഡി എളമരത്തെ BTMO സ്കൂളിലുള്ള ആടുഗ്രാമം പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അതിപ്പോ ഈ ലിക്വിഡ് ജൈവവള പദ്ധതി എന്ന് പറഞ്ഞാലോ? ലിക്വിഡ് ജൈവവള പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു ഹിന്ദി അധ്യാപകരുടെ അവരുടെയും കൂടി ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അവര് വീടുകളിലും ഓഫീസുകളിലൊക്കെ കുടിവെള്ളത്തിന് വെക്കുന്ന വലിയൊരു ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടില് ഉപയോഗം കഴിഞ്ഞാൽ പലപ്പോഴും വലിച്ചെറിയലാറുണ്ടാവാറുള്ളത്. ആ ബോട്ടിൽ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ പ്ലംബിംഗ് സാധനങ്ങളായ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബയോ ബോട്ടിലാണ്. സ്കൂളിൽ പ്രത്യേകിച്ച് എല്ലാ വിദ്യാലയങ്ങളായാലും വീടുകളായാലും ഇപ്പൊ നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ജൈവ വേസ്റ്റുകൾ കൃത്യമായി സംസ്കരിക്കാനൊക്കെ ഉള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു സ്കൂൾ 350 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ദിനേന ഉച്ചഭക്ഷണം ഉണ്ടാക്കും. അതിൽ വരുന്ന ജൈവ വേസ്റ്റുകൾ ഈ സീഡ് ക്ലബിലെ കുട്ടികൾ തന്നെ കളക്ട് ചെയ്ത് ഈ ബയോ ബോട്ടിൽ നിക്ഷേപിക്കും. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും അത് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ടും അത് താഴോട്ട് വന്ന് അതിനടിയിൽ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിന്റെ അടിയിൽ തന്നെ ഇപ്പം നമ്മള് പെപ്സിയുടെയും കുടിവെള്ളത്തിന്റെ ഒക്കെ ബോട്ടിലുകൾ വലിച്ചെറിയുന്ന ആ ബോട്ടിലുകൾ അതിന്റെ അടിയിലൊരു കുടുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ജൈവ വേസ്റ്റിൽ നിന്നും ഒരു സ്ലറിയായി ആ ബോട്ടിൽ വന്ന് നിറയുന്ന സമയത്ത് ഈ കുട്ടികൾ അത് എടുത്ത് നമ്മുടെ ഈ ഒരു സ്ലറി എന്ന് പറയുന്നത് നല്ല ജൈവവളമാണ്. ഇപ്പൊ ഞങ്ങള് സ്കൂളിൽ തന്നെയുള്ള പച്ചക്കറി തോട്ടത്തിൽ അത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നല്ല വിളവെടുപ്പ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ കുട്ടികൾ ചെയ്തൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ കല്യാണ വീടുകളിൽ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം കൊടുക്കുന്നത് ഇപ്പൊ ഒരു തരം ബോട്ടിലാണ്, ഒരു 300 മില്ലിന്റെ ഒക്കെ ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ. ആ ബോട്ടിൽ പലപ്പോഴും അത് വേസ്റ്റ് ആയിട്ട് നമുക്കൊരു ശല്യമായി വരാറുള്ളത്. ഉറപ്പായിട്ടും ഇത്തരം കല്യാണ വീടുകളിൽ പോയി ടീച്ചറും കൂടി ഇപ്പൊ സീഡ് കോർഡിനേറ്റർ എന്നാണ് സജിന ടീച്ചറും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഇവര് കൂടി പോയി ഇതൊക്കെ പെറുക്കി കൊണ്ടുവരും പല സ്ഥലങ്ങളിലും. പെറുക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ലറി അത്തരം ബോട്ടിലുകളിലേക്ക് മാറ്റി ഇതിനെ ഒരു ലിക്വിഡ് എന്ന പേരിൽ ഒരു നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇത് മാറ്റുക. ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ എന്ന പേരിൽ ഉള്ളൊരു സംഭവമാണ്. അതാണ് അതിന്റെ
ഫുള്ളായിട്ടുള്ള ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ, അതാണ് അതിന്റെ ലിക്വിഫാക്കി ചുരുങ്ങിയത്. ലിക്വിഫാക്കി ചുരുക്കിയത്. അപ്പൊ ഇത് ഇപ്പോ നമ്മുടെ കുട്ടികൾ തന്നെ അതൊരു വിപണനം കൂടി തുടങ്ങിയിട്ടുണ്ട്. എവിടെ, നാട്ടിലോ? എളമരം വാഴക്കാട് ഭാഗത്തോ? വാഴക്കാട് സ്കൂളിൽ മാത്രം. ഹോണസ്റ്റി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് വരുന്ന 16-ാം തീയതി നടക്കാണ്. സ്കൂളിൽ തന്നെ ഇപ്പൊ ഒരു ഹോണസ്റ്റി ഷോപ്പ് ഉണ്ട്. കുട്ടികൾ തന്നെ സാധനം എടുക്കുക, അതിന്റെ ക്യാഷ് അതില് ഓരെണ്ണം നിക്ഷേപിക്കുക, വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ അതിലൂടെ തന്നെ ഇപ്പൊ കുറച്ചായിട്ട് വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് ഡിമാൻഡ് ആവശ്യക്കാരും രക്ഷിതാക്കളും ചോദിച്ചു വരാം. 16-ാം തീയതി രക്ഷിതാക്കളുടെ മുഴുവൻ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് കൂടി നടത്തി ഈ ലിക്വിഫിന്റെ. എന്റെ മോനെ സാറേ, ഇത് കൊള്ളാലോ പരിപാടി. 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ, യു പി സ്കൂളല്ലേ? 5-6 ക്ലാസ്സിലെ കുട്ടികളെ 5-6 ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ. ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ യു പി സ്കൂളിലെ കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. വലിയ വലിയ പരിപാടികളാണ് അവിടെ കുട്ടികൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, ഇത്തവണ മാതൃഭൂമി സീഡും ഫെഡറൽ ബാങ്കും ചേർന്നിട്ട് ഇവർക്ക് വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം, അതായത് 1 ലക്ഷം രൂപയുടെ 1ാം സമ്മാനം കൊടുത്തത്. റാഷിക്കൊപ്പം ഉണ്ടാകും BTMO യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ നൌഷാദ് ഓം സാർ. ഇനി ഒരു 6 പാക്ക്. മാതൃഭൂമി സീഡിന്റെ ഇത്തവണത്തെ 1 ലക്ഷം രൂപ സമ്മാനമായി വരുന്ന വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം നേടിയിരിക്കുന്നത് നമ്മുടെ വാഴക്കാടുള്ള BTMO യു പി സ്കൂളാണ്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നൌഷാദ് സാറാണ് റാഷിക്കൊപ്പം ദി OG കണ്ടന്റ് ക്രിയേറ്റർ ക്ലബ് FM 104.8 ഉള്ളത്. ഈ പറയുന്ന BTMO സ്കൂളില് സീഡ് കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ആട് ഗ്രാമം എന്ന പദ്ധതി, ലിക്വിഫ് പദ്ധതി, അങ്ങനെ ലിസ്റ്റ് നീളുകയാണ്. അതില് അടുത്തത് വീട്ടുമുറ്റം പദ്ധതി എന്താണ് സർ? വീട്ടുമുറ്റം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ലഹരിക്കെതിരുള്ള ഒരു ചതുർമാസ ക്യാമ്പയിനാണ്. ഈ ചതുർമാസ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ മൊത്തം ഈ ഇതിന്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് നടത്തി. അത് കൗൺസിലിംഗ് നടത്തിയതിൽ ഏതെങ്കിലും ഏജൻസി ഒന്നുമല്ല, നമ്മുടെ സർക്കാരിന്റെ ഭാഗം തന്നെയുള്ള ടീം വന്നിട്ടാണ് കൗൺസിലിംഗ് നടത്തിയത്. അവർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരാൾ പോലും ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കുന്നില്ല എന്നുള്ള വലിയൊരു സന്തോഷമാണ് നമ്മളോട് പറഞ്ഞവർ പോയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് അറിയാം, യു പി സ്കൂളുകളിൽ പോലും പല കുട്ടികളും ഇത്തരം, നമ്മൾ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്കൂളിലൊക്കെ ഇത് കേൾക്കണം. പക്ഷെ നമ്മുടെ സ്കൂളിലെ നമ്മൾ ഇപ്പൊ കുറച്ച് ഇത് നടത്തിയൊരു സാധനം വെച്ചാൽ 4 മാസത്തെ ഒരു ക്യാമ്പയിനാണ്. ഇതിന്റെ ഭാഗമായിട്ട് അമ്മയ്ക്കൊരുമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു 40 ഡേ ചലഞ്ച് ഉണ്ട്. അമ്മയ്ക്കൊരുമ്മയിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മക്കൊരുമ്മ കൊടുക്കണം, തിരിച്ച് വീട്ടിലെത്തുമ്പോഴും അമ്മക്കൊരുമ്മ കൊടുക്കണം. അത് നമ്മള് ഈ കുട്ടി എന്ത് സ്ഥിരമായി ഉപയോഗിക്കാത്ത എന്ത് ഉപയോഗിച്ചാലും ഏറ്റവും കൂടുതൽ ഇത് അമ്മയ്ക്ക് അറിയാൻ പറ്റുന്ന സ്മെല്ലിലൂടെ കിട്ടും. ഇത് 41 ദിവസത്തെ ചലഞ്ചായി നമ്മൾ ചെയ്തപ്പം 41 ദിവസം തുടർച്ചയായ ഒരു കാര്യം ചെയ്താൽ അത് ജീവിതത്തിന്റെ ഒരു ശീലമായി മാറും എന്നൊരു സൈക്കോളജി കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത്. അതിപ്പോ നമുക്ക് കുട്ടികളുടെ ഇടയിൽ നല്ലൊരു ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വീട്ടുമുറ്റം എന്ന് പറയുന്നത് ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫീഡിംഗ് ഏരിയയിലുള്ള രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടുള്ള കോർണർ PT നടത്തും. ആ കോർണർ PTAയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് നമ്മുടെ മെയിൻ. അതില് രക്ഷിതാക്കളോട് അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി, കുട്ടികളെ ഇരുത്തി കുട്ടികളോട് പറയും. അവിടെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ലഹരിക്കെതിരെ ഗോളടിക്കാന്ന് പറയുന്ന ഷൂട്ടൌട്ട് മത്സരം നടത്തി, ഫ്ലാഷ് മോബ് നടത്തി. അത് ഇതിനെതിരെയുള്ള ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്കിടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊക്കെയാണ് വീട്ടുമുറ്റത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് വീട്ടുമുറ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സ്കൂളില് 3 വർഷം തുടർച്ചയായിട്ട് ഒരേ ബാഗ് തന്നെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് എന്തോ വലിയ സമ്മാനം കൊടുക്കാൻ പോവാന്ന് കേട്ടല്ലോ സാറേ? അതെ അതെ അതെ. അത് കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ഈ ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങള് മണ്ണിനോട് ലയിക്കാത്ത സാധനങ്ങളോടൊക്കെയാണല്ലോ ഈ ബാഗൊക്കെ വരുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയൂല. പരമാവധി ഒരു ബാഗ് തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് 5ൽ വരുന്ന കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ അതന്നെ ഉപയോഗിച്ച് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ വർഷം നമുക്ക് വലിയൊരു റിസൾട്ട് കിട്ടുന്ന വെച്ചാല് ഒരു 19ഓളം കുട്ടികള് നമുക്ക് ആ രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് പോകും. 3 വർഷം തുടർച്ചയായി ബാഗ് ഒഴിവാക്കാതെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മളൊരു സമ്മാനം വാർഷികത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകും. 1-ാം തീയതി സ്കൂൾ വർഷം നടക്കണം. അതോടൊപ്പം തന്നെ ഇത് ഇനി അടുത്ത വർഷം തുടരുമ്പം ഈ ഒരു പ്രചോദനം അടുത്ത കുട്ടികൾക്ക് കൂടി ഉറപ്പാണ്. കൂടുതൽ കുട്ടികൾ അതിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം. ടീച്ചർമാർ പോലും ഇപ്പൊ അത് കണ്ടിട്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സമ്മാനം തരുമോ ചോദിച്ചു വരുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ ഈ കൂട്ടത്തില് ദുർവ്യയം ഇല്ലാതാക്കി, ദൂരത്തില്ലാതാക്കി, എളിമ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് അല്ലേ? ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ എഴുതിത്തീർന്ന സമ്പാദ്യം എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ
അപ്പൊ കുട്ടികൾ പിന്നെ പേന എഴുതി തീർന്നു കഴിഞ്ഞാൽ അതിലെ കൊണ്ടുപോയി നിക്ഷേപിക്കും, എവിടെയും വലിച്ചെറിയില്ല. കഴിഞ്ഞ 2-3 മാസം കൊണ്ട് അത് മുഴുവൻ നിറഞ്ഞു, വലിയൊരു ബോക്സാണ്. അത് നിറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സീഡിന്റെ കുട്ടികൾ തന്നെ അതൊക്കെ എടുത്തു, അവരത് റീഫിൽ ചെയ്തു. കുറച്ച് ഫില്ലർ വാങ്ങി, മഷി റീഫിൽ ചെയ്യുന്ന ഒരു സാധനമൊക്കെ വാങ്ങി, റീഫില്ല് ചെയ്ത് ഉപയോഗക്ഷമമാക്കിയ സാധനങ്ങൾ അവരെന്ത് ചെയ്തു, ഈ ഓണസ്റ്റ് ഷോപ്പിലൂടെ അത് അവർ വിൽക്കുകയും ചെയ്തു. ഒരു 10 രൂപന്റെ പെന്ന് രൂപ 5 രൂപക്ക് പല കുട്ടികളും വാങ്ങുന്ന ഒരു സാധനം. ഇത് സീഡ് ക്ലബിന്റെ ഒരു കുറെ മെസ്സേജുകൾ ഉണ്ടല്ലോ സീഡിന്റെ തന്നെ. ആ മാതൃഭൂമി സീഡിന്റെ മെസ്സേജിൽ തരുന്ന ബുക്ക്ലെറ്റിലുള്ള കുറെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ അതുപോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ സംസ്ഥാനത്തെ വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നേടിയിരിക്കുന്നത്. കുറച്ചൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീച്ചേഴ്സിനിടയിലും കുട്ടികൾക്കിടയിലും നല്ല ഇമ്പാക്ട് ആ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. മാതൃഭൂമി മാതൃകാ സ്കൂളുകൾക്കാണ് ഇത്തരം വലിയ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. ഇത്തവണ ഫെഡറൽ ബാങ്കുമായി ചേർന്നിട്ട് 25 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദി OG കണ്ടന്റ് ക്രിയേറ്റർ ക്ലബ് FM 104.8ലേക്ക് BTMO സ്കൂളിലെ മറ്റ് മാതൃകകൾ കൂടി, വാഴക്കാടുള്ള BTMO സ്കൂളിലെ മറ്റ് മാതൃകകൾ കൂടി റാഷിക്ക് പറയാനുണ്ട്. സ്റ്റേ ട്യൂൺ. യെസ്, മാതൃഭൂമി സീഡിന്റെ 2025-26 വർഷത്തെ വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം 1 ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനം നേടിയിട്ടുള്ള BTMO സ്കൂൾ വാഴക്കാട്ടെ BTMO സ്കൂളിലെ നൌഷാദ് സാറാണ്, അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് റാഷിക്കൊപ്പം ദി OG കണ്ടന്റ് ക്രിയേറ്റർ ക്ലബ് FM 104.8ലുള്ളത്. അപ്പോ BTMO സ്കൂളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആടുഗ്രാമം പദ്ധതിയെക്കുറിച്ചും ലിക്വിഫ് എന്ന ബയോ ബോട്ടിൽ പദ്ധതിയെക്കുറിച്ചും വീട്ടുമുറ്റം പദ്ധതിയെക്കുറിച്ചും 1 ബാഗ് 3 വർഷം എന്ന പദ്ധതിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. വീട്ടുമുറ്റം എന്നത് വലിയ രീതിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു മൂവ്മെന്റ് കൂടിയാണ് അല്ലെ? ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഒരു മയക്കുമരുന്ന് മാത്രമല്ല കേട്ടോ, അത് മൊബൈൽ ലഹരി കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് തന്നെ സമ്മതം ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോ ചെയ്തൊരു പണി എന്ന് വെച്ചാൽ, ഈ ഒരു മാസം മാർച്ച് മാസക്കാലം എന്ന് പറഞ്ഞാൽ പരീക്ഷാക്കാലമാണല്ലോ. ഈ പരീക്ഷാക്കാലത്ത് അരമണിക്കൂറിലധികം ഫോൺ ഉപയോഗിക്കൂല എന്ന ഒരു സംഭവം അവരെല്ലാവരും അതൊരു സാക്ഷ്യപത്രം എഴുതി ഒപ്പിട്ട് തന്നു. എന്റെ വാക്ക് എന്ന ഒരു പേരിൽ അവർ ആ ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കി, അവരൊക്കെ എഴുതി ഒപ്പിട്ട് തന്നു. അങ്ങനെ ഈ ഒരു മാസം രക്ഷിതാക്കളും എന്ത് ചെയ്തു, അവർ അതിനടിയിൽ ഒപ്പിട്ട് തന്നു. ഇപ്പോ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഫോണ് അവരുപയോഗിക്കുന്ന സമയം കൂടുതൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല, അവർക്കൂടി നമ്മൾ സമ്മാനം വാർഷികത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭയങ്കര റിസൾട്ട്. ഇന്നിപ്പം ഈ 3 ദിവസം നമ്മളൊരു ആനുവൽ മോഡൽ എക്സാം നടത്തി. ടീച്ചേഴ്സ് ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് കൂടെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞത് പരീക്ഷയിൽ നല്ല മാറ്റം കുട്ടികൾക്ക് ഉണ്ടായിരുന്നതാണ്. അവരെന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് അത് വന്നു എന്നുള്ളതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായി ചെയ്ത പ്രവർത്തനങ്ങളാണ്. നൗഷാദ് സാർ എത്ര കാലമായി ഇവിടെ അധ്യാപകനായിട്ട്? 22 വർഷമായിട്ട് അവിടെ അധ്യാപകനാണ്. ഇപ്പൊ 4 വർഷമായിട്ട് അവിടെ അച്ഛനാണ്. ശരി. ഈ BTMO സ്കൂൾ ഇപ്പൊ നിലവിൽ 350 കുട്ടികളാണ് ഉള്ളത്. 348ഓളം കുട്ടികൾ 5, 6, 7 ക്ലാസ്സുകളായിട്ട് പല ഡിവിഷനുകളിൽ 7 ക്ലാസ്സുകളിൽ. അതെ അതെ അതെ. എത്ര വർഷത്തെ ചരിത്രമുണ്ട് BTMO സ്കൂളിന്, ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ UP സ്കൂളിന്? ഞങ്ങൾ ഈ വർഷം 50ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നിൽക്കണം. അടുത്ത ഡിസംബറിൽ ഫിഫ്ത എന്ന പേരിൽ 50ാം വർഷ സുവർണ ജൂബിലിയുടെ ഒരു പ്രോഗ്രാം. അടിപൊളി. അപ്പോഴാണ് മാതൃഭൂമി സീഡിന്റെ വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം 1 ലക്ഷം രൂപയുടെ സമ്മാനത്തൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടത് അല്ലെ? നേരത്തെ സന്തോഷമാണ്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ബയോ ബോട്ടിൽ ഉണ്ടല്ലോ, ആ ബയോ ബോട്ടിൽ 50 വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സുവർണ ജൂബിലിന്റെ ലക്ഷ്യം. ആ ബയോ ബോട്ടിൽ ഏകദേശം 10ഓളം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലടക്കം 10ഓളം ആളുകൾക്ക് നമ്മളത് വിതരണം ചെയ്തു കഴിഞ്ഞു. അടുത്ത ഡിസംബറോടുകൂടി അത് 50 നമ്മൾ പൂർത്തിയാക്കും. അത് മറ്റു വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ആയിക്കോട്ടെ. ഓക്കെ.